ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ ക്ഷീണമൊക്കെ മാറാനും നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് റാഗിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ റാഗിപ്പൊടി ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് വെള്ളമാണ്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം ഇവിടെ ഒന്ന് ചൂടായി വരുമ്പം നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ഈ റാഗിപ്പൊടിയുടെ മിക്സ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം ഇതിവിടെ ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് കസ്കസ് ആണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഈന്തപ്പഴമാണ്. നമ്മൾ മധുരത്തിനായിട്ട് ഈ ഒരു ഡ്രിങ്കിലേക്ക് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യമായ ഈന്തപ്പഴം എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ള ഈന്തപ്പഴമാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് കുറച്ച് സമയം നമുക്കൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ റാഗി മിക്സിയിലെ ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബീട്രൂട്ടാണ്. ഞാനിപ്പോൾ ചെറിയ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളിവിടെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏത്തപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് 4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കുറച്ച് പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആദ്യം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ പാല് ഞാനൊന്ന് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ആ പാൽ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. കസ്കസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.